പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഒന്നാം യൂണിറ്റായ ഹിന്ദു സ്വരാജുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളിലായി ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗം ഇനി നമുക്ക് പരിശോധിക്കാം. ഗാന്ധിജി നാഗരികതയെക്കുറിച്ച്, അതായത് സിവിലൈസേഷനെ കുറിച്ച് അഭിപ്രായപ്പെടുന്ന ഭാഗമാണ് അടുത്തതായി നമുക്ക് പറയാൻ ഉള്ളത്. മനുഷ്യൻ തൻ്റെ ഡ്യൂട്ടിയുടെ പാത വ്യക്തമാക്കി കൊടുക്കുന്ന പെരുമാറ്റ ശൈലിയാണ് നാഗരികത എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. അതായത് മനുഷ്യൻ തൻ്റെ കർത്തവ്യബോധം കർത്തവ്യം വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു പെരുമാറ്റ ശൈലിയാണ് നാഗരികത എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഗുജറാത്തി ഭാഷയിൽ നല്ല പെരുമാറ്റം എന്നാണ് നാഗരികതയ്ക്ക് അദ്ദേഹം നൽകിയ ഒരു മീനിങ്, അഥവാ അർത്ഥം. ഗുജറാത്തി ലാംഗ്വേജ് സിവിലൈസേഷൻ മീൻസ് ഗുഡ് കോണ്ടക്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറയുന്നു, മനുഷ്യർ എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ഒരു പക്ഷിയോടാണ് മനുഷ്യനെ അദ്ദേഹം ഉപമിച്ചത്. മനുഷ്യൻ്റെ മനസ്സിനെ ഗാന്ധിജി ഉപമിച്ചത് എത്ര കിട്ടിയാലും മതിവരാത്ത ഒരു പക്ഷിയുടെ മനസ്സിനെ പോലെയാണ് മനുഷ്യ മനസ്സ് എന്നാണ് അദ്ദേഹം നമ്മളോട്, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെ അദ്ദേഹം ഉപമിച്ചത്. പൗരാണിക ഭാരതീയ സംസ്കാരം, അതായത് ഇന്ത്യയുടെ സംസ്കാരം വളരെ മഹത്താണ് എന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നു. അത് അദ്ദേഹം പറയാൻ കാരണം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ബ്രിട്ടീഷുകാർ അവരുടേതായ ഒരു സംസ്കാരം ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ തുടങ്ങി. അതോടുകൂടി ഇന്ത്യക്ക് മഹത്തായ ഒരു പൗരാണിക അല്ലെങ്കിൽ ഒരു പൗരാണിക സംസ്കാരം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത് വളരെ സമ്പന്നമായിരുന്നു. ആ സമ്പന്നമായ സംസ്കാരം നശിപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടേതായ ഒരു സംസ്കാരം, അതായത് ആധുനിക സംസ്കാരം ഇന്ത്യയിൽ വളർത്തുവാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തുവാൻ അവർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ആധുനിക സംസ്കാരത്തെ അതിനിശിതമായി വിമർശിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇന്ത്യക്ക് അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് വില്ലേജ്, ഗ്രാമങ്ങളിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ എപ്പോഴും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചപ്പാടുകൾ ഉള്ള ഒരു സംസ്കാരമായിരുന്നു ഇന്ത്യയുടെ സംസ്കാരം. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംസ്കാരമായിരുന്നു ബ്രിട്ടീഷുകാരുടേത്, അല്ലെങ്കിൽ പാശ്ചാത്യർ എന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യമാണ്. ഇംഗ്ലണ്ടുകാരാണ് ഇന്ത്യ കൈയടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടേതായ ഒരു സംസ്കാരം ഇന്ത്യയിൽ വ്യാപിപ്പിക്കുവാൻ അവർ ശ്രമിക്കും. അപ്പോൾ ഇന്ത്യക്ക് മഹത്തായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അവരുടേതായ രീതിയിൽ ഇന്ത്യയിൽ ഭരണം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ, അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സംസ്കാരത്തെ, അല്ലെ ആധുനിക സംസ്കാരത്തെ, മോഡേൺ സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന ആധുനിക സംസ്കാരത്തിൻ്റെ ശില്പികളാണ് ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് തന്നെ ആധുനിക സംസ്കാരത്തെ അതിനിശിതമായി വിമർശിച്ച ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ സംസ്കാരം, നമ്മൾക്ക് വേണ്ടത് ഇന്ത്യയുടെ സംസ്കാരമാണ്, ഇന്ത്യൻ സംസ്കാരത്തെ എല്ലാവരും ഏറ്റുപിടിക്കണമെന്നും അത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നും, ഇന്ത്യൻ സംസ്കാരത്തിന് കുറച്ച് സവിശേഷതകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിനുണ്ടാകുന്ന ഒരുപാട് സവിശേഷതകൾ ഗാന്ധിജി ഇവിടെ വ്യക്തമാക്കുകയും. ഇനി നമുക്ക് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ ട്രൂ സിവിലൈസേഷൻ. ഒന്നാമതായിട്ട് വില്ലേജ് ബേസ്ഡ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളിൽ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക
വില്ലേജ് ബേസ്ഡ് അല്ലെങ്കിൽ ഗ്രാമീണ ജീവിതത്തെ അടിസ്ഥാനമാക്കി. ഇപ്പം ഇന്ത്യൻ സംസ്കാരം ഗ്രാമീണ ജീവിതം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 10,000-കണക്കിന് വില്ലേജുകൾ ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം. അപ്പം ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ നട്ടെല്ല്. ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളാണ് ഇന്ത്യ ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് ഗാന്ധിജി മുമ്പേ വിശേഷിപ്പിച്ചതാണ്. അപ്പം ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ നട്ടെല്ല് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ഗ്രാമീണ ജീവിതത്തിലെ ഗ്രാമീണ ജനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം ഗ്രാമങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഗ്രാമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ സംസ്കാരം. രണ്ടാമതായി നമുക്ക് പരിശോധിക്കാം ലളിത ജീവിതം. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ലളിത ജീവിതം. ലളിത ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആധുനിക സംസ്കാരത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഗ്രാമീണ ജനങ്ങൾ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യൻ ജനങ്ങൾ ലളിത ജീവിതം നയിക്കുന്നവരാണ്, അല്ലെങ്കിൽ ലളിത ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതായത് സമ്പന്ന ജീവിതം നയിക്കുന്നവർ അല്ല, അല്ലെങ്കിൽ ലക്ഷൂറിയസ് ലൈഫ് ഉള്ളവർ അല്ല ഇന്ത്യക്കാരായ ജനങ്ങൾ എന്ന്. മൂന്നാമത്തെ പോയിന്റ് ബേസ്ഡ് ഓൺ ബിലീഫ് ഇൻ ഗോഡ്. ഇന്ത്യയിലെ ജനങ്ങൾ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർ ആണ്. ബേസ്ഡ് ഓൺ ബിലീഫ് ഇൻ ഗോഡ്, ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവരാണ് ഇന്ത്യൻ ജനത എന്ന്. അടുത്തതായി നോ ഹെയ്ട്രഡ് എന്നാണ്. ഹെയ്ട്രഡ് എന്ന് പറഞ്ഞാൽ ആരോടും വിദ്വേഷമില്ല അല്ലെങ്കിൽ ആരോടും വെറുപ്പില്ല. ഇന്ത്യൻ ജനത എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തിലോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ബ്രിട്ടീഷുകാരെല്ലാം വന്ന് ഇഷ്ടം പോലെ ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നതാണ്. എങ്കിൽ പോലും ആരോടും വിദ്വേഷമോ വെറുപ്പോ ഇല്ലാത്ത ഒരു സംസ്കാര സമ്പന്നരായ ജനതയാണ് ഇന്ത്യൻ ജനത. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത മോറൽ പ്രോഗ്രസ്, എയിംഡ് അറ്റ് ദ മോറൽ പ്രോഗ്രസ് ഓഫ് മൻ. മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തിൻ്റെ പുരോഗതി, മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തിൻ്റെ പുരോഗതിയിൽ അടിസ്ഥാനമാക്കി ജീവിച്ചവരായിരുന്നു ഇന്ത്യൻ ജനത. അപ്പം ധാർമ്മികതയിലൂന്നി ജീവിതം നയിക്കുന്ന ഒരു ജനതയായിരുന്നു ഇന്ത്യൻ ജനത. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് മോറൽ പ്രോഗ്രസ് ഓഫ് മാൻ. മറ്റൊരു സവിശേഷതയാണ് ബേസ്ഡ് ഓൺ സർവീസ് ആൻഡ് സെൽഫ് ഡിനയൽ. സർവീസിൽ അധിഷ്ഠിതമായ സേവന തൽപരരായിരുന്നു ഇന്ത്യക്കാർ. ആരെയും സേവനത്തിലൂടെ അതിൻ്റെ കർത്തവ്യബോധം മാത്രമല്ല, ജനങ്ങളോട് എപ്പോഴും സേവന തൽപരരായ അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തോട് എപ്പോഴും സേവന തൽപരരായ ആൾക്കാരായിരുന്നു ഇന്ത്യക്കാർ. സെൽഫ് ഡിനയലാണ്, സെൽഫിഷ് അല്ല. ഇന്ത്യൻ ജനത ഒരിക്കലും സെൽഫിഷ് അല്ല എന്നതാണ് നമുക്ക് ഈ പോയിന്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സെൽഫ് ഡിനയൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത, സെൽഫ് ഡിനയൽ എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ സെൽഫിഷ് അല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഇന്ത്യൻ ജനതയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിരുന്നു സെൽഫ് ഡിനയൽ ആൻഡ് സെൽഫ് സർവീസ് ടു അതേഴ്സ് എന്നത്. അപ്പം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ് വില്ലേജ് ബേസ്ഡ് അല്ലെങ്കിൽ ഗ്രാമീണ ജീവിതത്തിൽ അധിഷ്ഠിതമായത്. രണ്ടാമത്തത് പ്രൊമോട്ടഡ് സിമ്പിൾ ലിവിങ്, അതായത് ലളിത ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു.
മൂന്നാമതായി ബേസ്ഡ് ഓൺ ബിലീവ് ഇൻ ഗോഡ്, അതായത് ദൈവവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ജനങ്ങൾ ജീവിക്കുന്നത്. നാലാമതായി നോ ഹെയ്ട്രഡ്, ആരോടും വെറുപ്പും വിദ്വേഷവുമില്ലാത്ത ഒരു സംസ്കാര സമ്പന്നരായ ജനതയായിരുന്നു ഇന്ത്യക്കാർ. അഞ്ചാമതായി എയിംഡ് അറ്റ് മോറൽ പ്രോഗ്രസ്, ധാർമ്മികമായ നല്ല ജീവിതം നയിക്കുന്ന സംസ്കാര സമ്പന്നരായ ജനതയായിരുന്നു ഇന്ത്യൻ ജനത. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നല്ല ധാർമ്മിക ജീവിതം നയിക്കുക. അവസാനമായി ബേസ്ഡ് ഓൺ സർവീസ് ആൻഡ് സെൽഫ് ഡിനയൽ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നല്ല സേവന തൽപരതയുള്ള ഒരു ജനതയായിരുന്നു ഇന്ത്യൻ ജനത. മാത്രമല്ല ഇന്ത്യൻ ജനത ഒരിക്കലും സെൽഫിഷ് ആയിരുന്നില്ല, അല്ലെങ്കിൽ സ്വാർത്ഥരായിരുന്നില്ല. നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു ജനതയായിരുന്നു ഇന്ത്യൻ ജനത. ഇത്രയുമായിരുന്നു ഗാന്ധിജി കണ്ടെത്തിയ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ. അടുത്തതായി നമുക്ക് ആധുനിക സംസ്കാരത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയാം. ആധുനിക സംസ്കാരത്തെ ഗാന്ധി അതിനിശിതമായി അല്ലെങ്കിൽ കഠിനമായി വിമർശിച്ചിരുന്നു. പൈശാചികമെന്നും ആത്മാവില്ലാത്തതെന്നും ഭ്രാന്തമായതെന്നും ഒക്കെയാണ് ഗാന്ധിജി ആധുനിക സംസ്കാരത്തെ വിശേഷിപ്പിച്ചത്. വെറും ശാരീരിക സുഖവും ഭൗതികവും വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും ഇവയൊക്കെയാണ് ആധുനിക സംസ്കാരത്തിൻ്റെ സവിശേഷതകളായി ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ യന്ത്രവൽക്കരണത്തെ ഗാന്ധിജി ഒരു തരത്തിൽ എതിർക്കുകയും മറ്റൊരു തരത്തിൽ ചെറിയ രീതിയിൽ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. യന്ത്രവൽക്കരണത്തിലെ ക്രൈസ്, അതായത് അമിതമായ ആവേശത്തെയാണ് ഗാന്ധിജി എതിർത്തത്. അപ്പോൾ യന്ത്രവൽക്കരണത്തിലും വ്യവസായവൽക്കരണത്തിലും അധിഷ്ഠിതമായിരുന്നു ആധുനിക സംസ്കാരം. നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആധുനിക സംസ്കാരത്തെ ഗാന്ധിജി അതിനിശിതമായി വിമർശിച്ചു. അപ്പം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾക്ക് ഏകദേശം ഒരു ഓപ്പോസിറ്റ് ആയിരുന്നു ആധുനിക സംസ്കാരത്തിൻ്റെ സവിശേഷതയായിട്ട് ഗാന്ധിജി കണ്ടത്. അതായത് ഒരു ഭാഗത്ത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളും മറുഭാഗത്ത് ആധുനിക സംസ്കാരത്തിൻ്റെ മോശമായ അല്ലെങ്കിൽ ആധുനിക സംസ്കാരത്തിൻ്റെ സവിശേഷതകളും. ഇനി നമുക്ക് ആധുനിക സംസ്കാരവും ത്തിൻ്റെ സവിശേഷതകളും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളും പരിശോധിക്കാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ഭാഗം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ, മറ്റൊരു ഭാഗത്ത് ആധുനിക സംസ്കാരത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ മോഡേൺ സിവിലൈസേഷൻ്റെ സവിശേഷതകൾ. ഒന്നാമതായിട്ട് നോക്കുക, വെൽഫെയർ ഓഫ് പീപ്പിൾ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതയുടെ കോളത്തിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് വെൽഫെയർ ഓഫ് പീപ്പിൾ, മലയാളത്തിലാണെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം. ആധുനിക സംസ്കാരം അല്ലെങ്കിൽ മോഡേൺ സംസ്കാരത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാമത്തെ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബോഡിലി വെൽഫെയർ, ശാരീരിക ക്ഷേമം. ഇപ്പം ഇന്ത്യൻ സംസ്കാരം വെൽഫെയർ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ആധുനിക സംസ്കാരം ശാരീരിക ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോറൽ പ്രോഗ്രസ് ഓഫ് മാൻ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളിലെ രണ്ടാമതായിട്ട് പറയുന്നത് മോറൽ പ്രോഗ്രസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ധാർമ്മികമായ ജീവിതം. ആധുനിക സംസ്കാരത്തിൻ്റെ പ്രൊപ്പഗേറ്റ്സ് ഇമ്മൊറാലിറ്റി, അധാർമികമായ ജീവിതത്തിന് പ്രാധാന്യം. പ്രൊപ്പഗേറ്റ്സ് ഇമ്മൊറാലിറ്റി, അധാർമിക ജീവിതം നയിക്കുന്നു. ഇനി മൂന്നാമതായി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ
സവിശേഷത ബേസ്ഡ് ഓൺ സ്പിരിച്വാലിറ്റി, ആത്മീയതയിലെ അധിഷ്ഠിതമായ ജീവിതം. ആധുനിക സംസ്കാരത്തിൻ്റെ പോയിന്റ് നോക്കൂ. ബേസ്ഡ് ഓൺ മെറ്റീരിയലിസം. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ജീവിതം നയിക്കുന്ന രീതി. അപ്പോൾ ഇന്ത്യൻ ജനത ആത്മീയ ജീവിതം നയിക്കുന്നു. ആധുനിക സംസ്കാരത്തിൻ്റെ സവിശേഷതയായിട്ട് ഭൗതിക ജീവിതം നയിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടുത്ത പോയിന്റ് നോക്കൂ. പ്രൊമോട്ട്സ് സിമ്പിൾ ലിവിങ്, ലളിത ജീവിതം. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ ലളിത ജീവിതം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആധുനിക സംസ്കാരം ലക്ഷൂറിയസ് ലൈഫ്, സമ്പന്ന ജീവിതം എന്നുള്ള അർത്ഥത്തിൽ സമ്പന്നമായ ജീവിതം നയിക്കുന്ന ജനതയായിരുന്നു ആധുനിക സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷത ബിലീഫ് ഇൻ ഗോഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നേരെ ഇപ്പുറം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഗോഡ്ലെസ് ആയിരിക്കും. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുന്നവരാണ് ആധുനിക സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പോയിന്റ് നേരത്തെ പഠിച്ചതുപോലെ തന്നെ വില്ലേജ് ബേസ്ഡ് ആണ്. ഗ്രാമീണ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ആധുനിക സംസ്കാരം. ഡിസ്ട്രോയ്സ് വില്ലേജ് സിസ്റ്റം, നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ ആകെ നശിപ്പിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു ആധുനിക സംസ്കാരം. മറ്റൊരു പോയിന്റ്, ഇന്ത്യൻ സംസ്കാരം നോ വയലൻസ് എക്സ്പ്ലോയിറ്റേഷൻ. ഇവിടെ വയലൻസ് ഇല്ല. വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമം അല്ലെങ്കിൽ അഹിംസയില്ല. അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. അതുപോലെ തന്നെ ചൂഷണമില്ല. അപ്പം ചൂഷണരഹിതമായ ഒരു സമൂഹമായിരുന്നു, അഹിംസയിൽ അധിഷ്ഠിതമായൊരു സമൂഹമായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ. ആധുനിക സംസ്കാരമോ ചൂഷണത്തിൽ അധിഷ്ഠിതമായ, വയലൻസിൽ അധിഷ്ഠിതമായ, എക്സ്പ്ലോയിറ്റേഷനുണ്ട്, വയലൻസുമുണ്ട്. അക്രമത്തിൽ അധിഷ്ഠിതമായൊരു സംസ്കാരമായിരുന്നു, ചൂഷണത്തിൽ അധിഷ്ഠിതമായൊരു സംസ്കാരമായിരുന്നു ആധുനിക സംസ്കാരം. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പോയിന്റ് നോക്കൂ. സെൽഫ് ഡിനയൽ. അതായത് സെൽഫ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിസ്വാർത്ഥരാണ്, അല്ലെങ്കിൽ സെൽഫിനെ നിഷേധിക്കുന്ന, സ്വാർത്ഥതയെ നിഷേധിക്കുന്നതാണ്. ആധുനിക സംസ്കാരമോ സെൽഫിഷാണ്, സെൽഫിഷ്നെസ് ആണ്. സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമായിരുന്നു ആധുനിക സംസ്കാരം അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷത നോക്കൂ. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സമ്പത്ത് എല്ലാവർക്കും തുല്യമായി വീതം വയ്ക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യയിൽ. സമ്പത്ത് എല്ലാവർക്കും തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേ സ്ഥാനത്ത് ആധുനിക സംസ്കാരത്തിലോ കോൺസെൻട്രേറ്റ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. സമ്പത്ത് മുഴുവൻ ഒരു കൂട്ടം അല്ലെ ഒരു ചെറിയ വിഭാഗം ആളുകളുടെ കയ്യിൽ കുന്നുകൂട്ടുന്നു. കോൺസെൻട്രേറ്റ്, കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ സമ്പത്ത് മുഴുവൻ ചെറിയൊരു ശതമാനത്തിൽ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് ആധുനിക സംസ്കാരത്തിൻ്റെ മുഖമുദ്ര. അതേ സ്ഥാനത്ത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെതോ സമ്പത്തുണ്ടെങ്കിൽ അത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവർക്കും തുല്യമായി വിഹിതം വെക്കുന്നു അല്ലെ വീതം വെക്കുന്നു. ഇനി അവസാനമായിട്ട് 1-2 പോയിന്റ് കൂടിയുണ്ട്. പ്രൊമോട്ട്സ് വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഇന്ത്യൻ സംസ്കാരം എപ്പോഴും ഗ്രാമീണ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇവിടെ യന്ത്രവൽകൃത ലോകമൊന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഗ്രാമങ്ങളാണ്, ലക്ഷത്തിലധികം ഗ്രാമങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത ഒരു സംസ്കാരമായിരുന്നു ഇന്ത്യൻ സംസ്കാരം. അതേ സ്ഥാനത്ത് ആധുനിക സംസ്കാരം അല്ലെങ്കിൽ പാശ്ചാത്യ നാഗരികത ഒരിക്കലും ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല. എപ്പോഴും മെക്കാനൈസേഷന്, യന്ത്രവൽക്കരണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സംസ്കാരമായിരുന്നു ആധുനിക സംസ്കാരം. മെക്കാനൈസേഷനെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ മെക്കാനൈസേഷനെ പ്രൊമോട്ട് ചെയ്ത ഒരു സംസ്കാരമായിരുന്നു ആധുനിക സംസ്കാരം അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം. അവസാനമായിട്ട് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഐക്യമത്യം മഹാബലം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഐക്യം
ഐക്യത്തോടു കൂടിയുള്ള ജനങ്ങളായിരുന്നു. ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ഐക്യത്തിൽ വിശ്വസിച്ചിരുന്ന, യൂണിറ്റി ഈ സ്ട്രെങ്ത്, ഐകമത്യം മഹാബലം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംസ്കാര സമ്പന്നമായ ഒരു ജനതയായിരുന്നു, ഒരു സംസ്കാരമായിരുന്നു ഇന്ത്യൻ സംസ്കാരം. അതേ അവസരത്തിൽ ആധുനിക സംസ്കാരത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് മൈറ്റ് ഈസ് റൈറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ട്, മൈറ്റ് ഈസ് റൈറ്റ്, ശക്തിയുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ, ശക്തിയുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് മൈറ്റ് ഈസ് റൈറ്റ്. ശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികാരമുണ്ടെങ്കിൽ അതാണ് തൻ്റെ അവകാശമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയായി, അധികാരം കൊണ്ട് എല്ലാം കീഴടക്കാമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംസ്കാരമായിരുന്നു ആധുനിക സംസ്കാരം, അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം. അപ്പം ആധുനിക സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ പാഠഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട പരീക്ഷാകാലങ്ങളിലൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മോഡേൺ സിവിലൈസേഷൻ ആൻഡ് ഇന്ത്യൻ സിവിലൈസേഷൻ. അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ട്രൂ സിവിലൈസേഷൻ എന്നും ഇന്ത്യൻ സിവിലൈസേഷനെ സൂചിപ്പിക്കാറുണ്ട്. അതേപോലെ മോഡേൺ സിവിലൈസേഷനെ പൊതുവെ വെസ്റ്റേൺ സിവിലൈസേഷൻ എന്നും സൂചിപ്പിക്കാറുണ്ട്. അപ്പം വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്ത്യൻ സിവിലൈസേഷൻ ആൻഡ് വെസ്റ്റേൺ സിവിലൈസേഷൻ? നന്നായി പഠിക്കുക. ഓരോ ഭാഗത്തും ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഭാഗത്ത് പോയിന്റുകൾ ശ്രദ്ധിച്ചാൽ ഏകദേശം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് ആധുനിക സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ കാണുന്നത്. ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു.